മുടി വെട്ടാ പോവാനേ മുടി വെട്ടാ ഇട്ടാണ് പക്ഷെ ഇഞ്ചി മൊട്ടത്തലാക്കി ഇട്ടല്ല കാശ് മുടിയൊക്കെ വെട്ടി ഒന്ന് സ്റ്റൈൽ ആവാന്ന് വിചാരിച്ച് ഞാനും ആമിക്കുട്ടിയും കൂടി ഇതാ പാർലറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മയെ മൊട്ടയാക്കരുതേ മൊട്ടയാക്കരുതേ, ഞാൻ നല്ല കുട്ടിയായിട്ട് അടങ്ങി നിന്നേരാ, പക്ഷെ മൊട്ടയാക്കരുതേ അമ്മയെന്ന്. ഒരുപാട് മാസങ്ങളായി ഇപ്പോൾ മുടി വെട്ടിയിട്ട്. അപ്പോൾ എന്തായാലും വെട്ടുമ്പോൾ നല്ല രീതിയിൽ തന്നെ വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹെയർ വാഷിന് ശേഷമാണ് നമ്മുടെ മുടി കട്ട് ചെയ്യുന്നത്. അപ്പം വാഷ് ചെയ്യുന്ന സമയത്ത് ഷാമ്പൂ ഒക്കെ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് കഴുകുന്ന സമയത്ത് ആളങ്ങ് സുഖം പിടിച്ച് അവിടെ കിടക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഉറങ്ങിപ്പോയോ എന്ന്. അങ്ങനെ ലാസ്റ്റ് ഞാൻ കുലുക്കി വിളിക്കേണ്ടി വന്നു, ആമി ആമി എണീക്കിന്ന് പറഞ്ഞിട്ട്. ഹെയർ വാഷ് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഒരു ടവൽ എടുത്തിട്ട് തലയിൽ കെട്ടി വെക്കുക മാത്രമാണ് ചെയ്തത്. തലയിലെ വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ഒരു ജലദോഷത്തിൻ്റെയൊക്കെ തുടക്കത്തിന് അത് കാരണമായി തീരുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. കട്ടിങ് ചെയ്യുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മയെ അധികം ഒന്നും കട്ട് ചെയ്യണ്ട കേട്ടോ, കുറച്ച് കട്ട് ചെയ്താൽ മതിയേന്ന്. അത്രയും ഇഷ്ടമാണ് മുടി വളർത്താൻ ആൾക്ക്. വെച്ചിട്ട് ഇളക്കി കളിച്ചാൽ അങ്ങനെ മുടി വെട്ടുന്നത് കേടാവും. ഇപ്പം ശരിയാക്കി തരാമെന്ന് പണ്ട് പപ്പു പറഞ്ഞില്ലായിരുന്നോ? അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള മുടി വെട്ടുന്ന ആ ചേട്ടനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമിയാണെങ്കിൽ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ എൻ്റെ മുടിയും വെച്ചിട്ട് ഇവർ ചെയ്യാൻ പോണത്, അത് ചെയ്ത് ലാസ്റ്റ് കൊളാക്കുമെന്നുള്ള രീതിയിൽ അവൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല ആമി, വേഗം കഴിയുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ് അങ്ങനെ ഇരുത്തിയതായിരുന്നു. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ മുടി ഡ്രൈ ആക്കാൻ തുടങ്ങി. മുടി ഡ്രൈ ആക്കി കഴിഞ്ഞ് പിന്നെ അവർ ഓരോ സ്റ്റൈല് നോക്കി. ഞാൻ ലെയർ കട്ട് എടുക്കാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ ലെയർ ഏതൊക്കെ രീതിയിലാണ് എടുക്കേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ മുടി ചെയ്യുമ്പോൾ ആ സുഖം പിടിച്ചിട്ട് ആമി നല്ല ഉറക്കത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒന്ന് ഞെട്ടി എണീക്കുന്നുണ്ട് ഉറക്കത്തിൽ നിന്ന്. ആദ്യം കയ്യിലേക്ക് വീണ മുടി പിടിച്ചിട്ട് എന്നെ കാണിച്ചുകൊണ്ട് ആമി ചോദിച്ചു, അമ്മ ഇത്രയും മുടി എന്തിനാ അവർ വെട്ടിയതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഇത് ആകെ കുറച്ചേ ഉള്ളൂ ആമി, ഇനി അവരധികം വെട്ടൂല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് അവർ ഏതൊക്കെ സ്റ്റൈലാണ് എടുക്കുന്നത് എന്നുള്ളത് നോക്കി ഇങ്ങനെ ഇരുന്നു. ഉറങ്ങിപ്പോയ മുടിയൊക്കെ അവർ മൊട്ടയടിക്കും, പ്ലെയിൻ ആക്കും. ഉറങ്ങരുത് കേട്ടോ. ആമീൻ്റെ ഹെയർ നല്ല സ്ട്രെയിറ്റ് ഹെയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും പരീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത് ലെയർ അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ലെയർ കട്ട് അടിച്ചു. അവൾക്ക് പൊതുവേ മുടി അഴിച്ചിടുന്നതാണ് ഇഷ്ടം. മുടിയൊന്നും കെട്ടി വെക്കുന്നത് ഇഷ്ടമല്ല, അതിന് സമ്മതിക്കുമില്ല. ഈ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ആമിക്ക് കാണിച്ചു കൊടുത്ത സമയത്ത് ആമിക്ക് ഇഷ്ടമായി. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആമിക്ക് ഏത് ഹെയർ സ്റ്റൈലാണ് ചേരുന്നത് എന്നുള്ളത് കമൻറ്റിലൂടെ പറഞ്ഞു തരണേ. ഗായ്സ്, അങ്ങനെ 1.5 മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ആമീനെയും കൊണ്ട് പാർലറിലേക്ക് വന്നു. എന്തിനാണെന്നറിയോ? നമ്മുടെ ആമീൻ്റെ മുടി ഒന്ന് ഷോർട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല ഗായ്സ്, ഈ ലോങ് ഹെയർ ആയിട്ട് കിടക്കുന്ന സമയത്ത് കെട്ടി വെക്കാനോ സമ്മതിക്കുന്നില്ല, മുടിയിൽ ക്ലിപ്പ് വെക്കാൻ സമ്മതിക്കുന്നില്ല, ബാൻഡ് വെക്കാൻ സമ്മതിക്കില്ല, ഒന്നിനും സമ്മതിക്കുന്നില്ല. അപ്പം ഞാനും ആമിയും തമ്മിലുള്ള അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ തീരുമാനം ഇങ്ങനെയായത്, ഷോർട്ടാക്കി മാറ്റാന്നുള്ളത്. പക്ഷേ ആമീൻ്റെ മുഖത്തുള്ള സങ്കടം നിങ്ങൾക്ക് കാണാൻ പറ്റും. മുടി വെട്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒരുവിധം പറഞ്ഞാണ് ഇപ്പോൾ
കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഗാനയിലും അതുപോലെ നാട്ടിൽ വന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര ചെറുപ്പത്തിൽ എന്തിനാ മോക്ക് മുടി നീട്ടുന്നത്, ആ മുടി വെട്ടി കളഞ്ഞൂടെ, മുടി കുറേ കാലം കഴിയുമ്പോൾ ഇനി അത് കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്, എന്തിനാ നീട്ടുന്നതെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് അവരോട്, മുടി നമുക്ക് നല്ല രീതിയിലുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് സ്റ്റൈൽ വേണമെങ്കിലും പരീക്ഷിക്കാമല്ലോ, അത് കുട്ടികൾക്കൊരു ഭംഗിയല്ലേ എന്നൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പം എൻ്റെ മനസ്സ് മാറിയിട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് മുടി ഉണ്ടായാൽ മാത്രം പോരല്ലോ, അത് നല്ല രീതിയിൽ കെട്ടാൻ ആള് നിന്ന് തരണ്ടേ. അങ്ങനെ നിന്ന് തരുന്നില്ല. അപ്പം ഞാൻ ഈ ചേച്ചീൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചേച്ചീനോട് ഷോർട്ടാക്കി മാറ്റാൻ പറഞ്ഞ സമയത്ത് ചേച്ചി എന്നോട് ചോദിച്ചു, അയ്യോ ഇത്ര നല്ല മുടി എന്തിനാ വെട്ടിക്കളയുന്നതെന്നായിരുന്നു ആ ചേച്ചി പറഞ്ഞത്. പക്ഷേ നമുക്ക് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത് കട്ട് ചെയ്യാൻ പോവാണ്. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്നും ഞാനും ആമയും തമ്മിൽ അടിയാണ്. അപ്പോൾ കെട്ടി വെക്കാനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട്. അപ്പം ഷോർട്ടാക്കിയ മാറ്റിയ സമയത്ത് എൻ്റെ പണിയും കുറഞ്ഞു, ആളെ പണിയും കുറഞ്ഞു. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മക്കളൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ എങ്ങനെയാണ് മുടി കെട്ടി വെക്കാനും പുതിയ പുതിയ സ്റ്റൈലുകൾ പരീക്ഷിക്കാനൊക്കെ സമ്മതിക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുടി വെട്ടിക്കളഞ്ഞോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പം ഞാനിത് ആമിക്കുട്ടീൻ്റെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് അവൾക്ക് കാണിച്ചു കൊടുത്തു 2 സ്റ്റൈലും. നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് ഇഷ്ടമായത്, ആദ്യം വെട്ടിയ സ്റ്റൈലാണോ അല്ലെങ്കിൽ രണ്ടാമത് വെട്ടിയ സ്റ്റൈലാണോ ഇഷ്ടമായത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ആമിക്കുട്ടി ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആൾക്ക് ഉള്ളിൽ നല്ല സങ്കടം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇരട്ടിയായിട്ട് ആമിക്കുട്ടിക്ക് വീണ്ടും മുടി വളരുമെന്ന് പറഞ്ഞിട്ട് ഒരുവിധം സമാധാനിപ്പിച്ചു. അപ്പോൾ ഗൈസ്, നമുക്ക് വീണ്ടും അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ബൈ.